ഹായ് ഫ്രണ്ട്സ്, എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ചേട്ടൻ്റെ കാല് ഒന്ന് മടിഞ്ഞ് മൊത്തം സീനായിട്ടിരിക്കുകയാണ്. സീനെന്ന് പറഞ്ഞാൽ അത്ര വലിയ സീനൊന്നുമല്ല, എല്ലാം വെച്ച് കെട്ടി ഏകദേശം റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണ്. അതുപോലെ നമ്മുടെ ക്യാമറ ഇന്ന് ചെയ്യുന്നത് അഖിലുണ്ട്, പിന്നെ നമ്മുടെ അയ്യനുണ്ട്, മുട്ടയുണ്ട്. മുട്ട നമ്മുടെ സന്തോഷ സഹചാരി, എപ്പോഴും വള്ളം ഓടിക്കുന്ന അവനുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മുടെ പാടശേഖരത്തിലെ എല്ലാ കൊയ്ത്തുകളെല്ലാം കഴിഞ്ഞ് പാടശേഖരത്തിൽ വെള്ളം കയറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് തുറന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആറ്റിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതായത് ഇറക്കം വലിവാണ്. അപ്പോൾ നമ്മുടെ കണ്ടത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് ആറ്റിലേക്ക് പമ്പാവും. അതായത് ഓരോ തൂമ്പ് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് തൂമ്പിക്കൂടെ വെള്ളം കയറ്റുമല്ലോ അങ്ങോട്ടേക്ക്, അതായത് കണ്ടത്തിലേക്ക്. അതേ തൂമ്പിക്കൂടെ തന്നെ ഇപ്പം ആറ്റിലെ വെള്ളം കുറഞ്ഞതുകൊണ്ട് കണ്ടത്തിൽ നിന്നുള്ള വെള്ളം ആറ്റിലേക്ക് വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ചെറിയ കച്ചി കുറുമലും അതുപോലുള്ള ചെറിയ ചെറിയ മീനുകളെ പ്രാണികളൊക്കെ കാണും. അപ്പോൾ അതിനെ തിന്നാനായിട്ട് നമ്മുടെ ആറ്റിൽ വലിയ മീനുകളുണ്ടെങ്കിൽ അത് സൈഡിലേക്ക് വരും. അപ്പോൾ അതിനെ വീശി പിടിക്കാനുള്ളതാണ് നമ്മൾ എന്താ പരിപാടി. ചിലപ്പോൾ ചെറിയ മീനായിരിക്കും, ചിലപ്പോൾ വലിയ മീൻ കിട്ടാം. നമുക്ക് എന്ത് മീൻ കിട്ടുമെന്ന് നമുക്ക് വഴിയെ കാണാം. നമുക്ക് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള 6000 പാടമാണ്. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് വെള്ളമെല്ലാം കയറ്റിയിട്ടിരിക്കുക. അപ്പം ഈ പാടത്തു നിന്നാണ് ഞാൻ പറഞ്ഞ പോലെ ഈ വെള്ളം ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെയാണ് ഈ ചെറിയ ചെറിയ മീനുകളും അതുപോലുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. വലയെടുക്കുന്നത് വിഷയ വീഡിയോ ആർക്കറിയാം. ഇതുപോലെ ചൂടാണ്. റാമ്പലോട്ട് പോകും. ചൂട് സൂപ്പർ ചൂടാണ്. മുട്ടയൊന്ന് പൊങ്ങിക്കണം. കണ്ടാവൊന്ന് എടുത്തിട്ടേ. കുഴപ്പമില്ല, നല്ല അടിപൊളി മീനാണ്. വറക്കാനും തേങ്ങ അരച്ച് കറി വെക്കാനും ഒക്കെ സൂപ്പർ. ഇതാണ് അറിഞ്ഞില്ല, നല്ല ഫ്രഷ് മീൻ. ഉപ്പുവെള്ളം ആയതുകൊണ്ട് ചിലപ്പം ഒരു രുചിയിൽ ചെറിയ വ്യത്യാസം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രഷ് വാട്ടർ കിടക്കുന്ന മീനുമായിട്ട് ഉപ്പുവെള്ളം വരുമ്പോൾ ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മോശമല്ല, അത് നല്ലതാണ്. പുറകോട്ട് 2 ചാടിപ്പോയിട്ടുണ്ട്. വെയിലത്ത് വീണ് അന്നേരെ ചത്തുപോതാണ്. തമിഴത്തിട്ടെടുത്തുണ്ട്. ഇത് നമുക്ക് ആടാ ജീവനുള്ള ഇറക്കുന്നു. എന്നെ എടുക്കും, അതെടുത്താൽ മതി.
കുറച്ച് മയക്കത്തിൽ കിടക്കുന്നത്, കുറച്ച് ജീവൻ വെച്ചാൽ ഓടിപ്പോക്കോളും. നമുക്ക് അടുത്ത അപ്പുറത്തൊരു റൂമുണ്ട്, അവിടെ പോകാം. അങ്ങോട്ട് പോകാം നമുക്ക്. റാമ്പേ പോകും. മീനുണ്ട് കേട്ടോ, കോലയുണ്ട്, അർജിലുണ്ട്, ചൂടനുണ്ട്. നമുക്ക് റാമ്പേ കൊണ്ടുപോകാം. അല്ല ഇവിടെ എല്ലാം മണ്ണാകുമ്പോൾ മീനും ഇവിടെ ഒരു വലയും കൂടെ വീശാ ആകില്ല. കണ്ണമ്മ വീശി മാരി കോല എനിക്ക് കോല എല്ലാം എടുത്തിട്ടെ. ഇത്രയും ചെറുതാണ് അതിട്ടോ, കോലയല്ലേ, കുഴപ്പമില്ല. അറിഞ്ഞിട്ട് ചെറുതിനെല്ലാം പെറുക്കി വെളുത്ത് കളഞ്ഞേ. കൈ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിപ്പോൾ ഏകദേശം 2 കൂട്ടർക്കുള്ള കറി വെക്കാനുള്ള സാധനമുണ്ട്. എങ്കിൽ പോലും അത് കുറവാണ്. നമുക്കിനി 2-3 തൂമ്പോടുണ്ട്. അപ്പോൾ 3 തൂമ്പിൻ്റെ വാതിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. അവിടെ കൂടെ വീശി നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മീൻ കിട്ടും. വാ പ്രിയ വരൂ. അല്ലേ ചൂടിയുണ്ട്. ഇവിടെ തിരിഞ്ഞാലോ? ആ തോളി എടുക്കാൻ തോളി നല്ല മുള്ളാണ്. ഇത് വറുത്ത്, അതായത് ഉണങ്ങി അല്ലേ, നന്നായിട്ട് ഉണങ്ങി വറുത്ത് നല്ല തേങ്ങാപ്പീരൊക്കെ ഇട്ട് ചമ്മന്തി ഇരിക്കും. ഗംഭീരമായി. കല്ലൊന്നും കാണാൻ, കല്ല് ഉടക്കൊന്നും തരാനല്ലേ. ഒക്കെ കണക്കൂട്ടി വീശുന്നുണ്ടോ? കറക്റ്റ് അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഇത് പറഞ്ഞു. ചെടിയുടെ വേരോടെ പോവാ. ഇതാ വെള്ളം കയറുന്നുണ്ടോ? അപ്പുറത്തെ പോലെ ഒരുപാട് കൂടെ വീശിട്ട് കൊണ്ടുണ്ടാവും. ഈ ഏകദേശം നമ്മുടെ ഹമൂറുമായിട്ട് ഒരു ചെറിയ സാമ്യമുള്ള മീനാണ്. പക്ഷേ അത് ഹമൂറല്ല, നമ്മളതിനെ കായൽ ഹമൂർ എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ശരിക്കുമുള്ള പേര് മുതുകില എന്നാണ്. നമ്മുടെ നാട്ടിൽ മുതുകില എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ദശക്കട്ടിയുള്ള മീനാണ്, വറക്കാൻ നല്ല മീനാണ്. മീനെടുത്ത് കളഞ്ഞാൽ വല വലിച്ചോട്ടെ. മീനെടുക്കാനുണ്ടെങ്കിൽ മീനെടുപ്പ് വേറെ ബഹളമാണ്. അവനെ വിട്ടത് അവൻ്റെ സൗന്ദര്യം കണ്ടോ? എന്നാ നോക്കിയടാ, ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെ ആയിരിക്കും. കണ്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ തോറ്റു പോകും. ഇത്ര തെളിച്ചോ അത്.
കായലിലെ ബഫർ ഫിഷ് മറ്റേനും കൂടെ ഉണ്ടോ? ഇത് നമ്മുടെ കടലിലെ പോലെ തന്നെ കായലിലുണ്ടാകുന്ന ഒരു തരം ബഫർ ഫിഷാണിത്. ഇതിപ്പം ചൊങ്ങിയിരിക്കുകയാണ്. നമ്മൾ തൊടുന്ന അനുസരിച്ച് ഇവൻ വലുതായി വരേണ്ടതാണ്. അത് ഇത്ര ആയിട്ടുള്ളൂ. ഇത് കണ്ടോ ജീവനുള്ളതാണ്. നമുക്ക് വെള്ളത്തിലേക്ക് വിട്ടേക്കാം, വെറുതെ നമ്മൾ കൊല്ലണ്ടായിരുന്നു. നമ്മൾ 2 സ്ഥലത്തൂടെ വീശുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കായലിൻ്റെ ചിറയുടെ അതായത് തെക്കേ അറ്റം, അതായത് നമ്മൾ ബോട്ട് കയറി പോകുന്ന ജെട്ടിയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു പൊതു മടയുണ്ട്. ആ മട തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് പോയൊന്ന് വീശണം. അതുപോലെ തന്നെ ജെട്ടിയിലും നിന്നൊന്ന് വീശിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അവിടെയും പോയി വീശി നമുക്ക് എന്നെ മീനുണ്ടോ നോക്കുക കൂടെ ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് അടിക്കാൻ തുടങ്ങി കേട്ടോ. ഇല്ല ചേരയാ അതിപ്പോൾ മുങ്ങും. ഇത്ര കൂടെ പോകുന്നു, മുങ്ങിയെന്ന് തോന്നുന്നു. ആണ് പോകുന്നത്. പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം. കുമരച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുട്ട ഉറക്കപ്പറ അടിക്കത്തില്ല. കണ്ടോ, കോലായിക്ക് നിറച്ച് പല്ലുകളാണ്. കണ്ടോ, അതിന് 2 ചുണ്ടുണ്ട് കോലായിക്ക്. മുരശിന് പ്രത്യേകതയുണ്ട്. താഴെ ഒരു ചുണ്ടും താഴെ ഒരു കൊമ്പും മുകളിലൊരു ചുണ്ടുമാണുള്ളത്. കണ്ടോ, ഇതാണ് ഈ മുരശിൻ്റെയും പ്രത്യേകത, മുരശിൻ്റെയും കോലായുടെയും തമ്മിലുള്ള പ്രത്യേകത. അത്ര ബൊക്കോളുണ്ടോ? ആ മീനില്ലാത്ത വീശുകാരുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇവിടെ. ഇച്ചിരി അങ്ങോട്ട് പോയുള്ളൂ. അവൻ്റെ പതിയെ സ്ലോയിലി അറിഞ്ഞില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ നമുക്ക് കോല കിട്ടിയിട്ടുണ്ട്, അതുപോലെ ചൂടനുണ്ട്, അറിഞ്ഞലുണ്ട്, തൂളിയുണ്ട്, പരല് പിന്നെ വിരലെണ്ണാണ് 1-2 കിട്ടിയത്. അപ്പം കാണിച്ചേ അതിനകത്ത് കാണിച്ചോളാം. നല്ല
കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ കാണുന്ന വരെ ടാറ്റ ബൈ ബൈ. കണ്ണുണ്ടായിരുന്നു നീലക്കണം.